പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നേറവെ മധ്യസ്ഥന്റെ റോളിലെത്തിയ US നിലപാട് ഇന്ത്യക്ക് മേൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറും. US മധ്യസ്ഥതയാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് പറയുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പ്രസ്താവിച്ചിരുന്നു ഇതേ കാര്യം. ഇത് ഔദ്യോഗികമായി നിഷേധിക്കാനോ അംഗീകരിക്കാനോ മോദി സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച വഴിയാണ് വെടിനിർത്തൽ സാധ്യമായതെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രസംഗത്തിൽ ട്രംപിന്റെ റോൾ സംബന്ധിച്ച് മോദി മൗനം പാലിക്കുകയായിരുന്നു. ഖത്തർ സന്ദർശനത്തിനായി പുറപ്പെടും മുമ്പ് വൈറ്റ് ഹൌസിൽ വെച്ചും സംഘർഷത്തിൽ US മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് തുറന്നടിച്ചിരുന്നു. ആണവായുധം കൈവശമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കാൻ പഠിപ്പിക്കാൻ സാധിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത വേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്ന ന്യൂഡൽഹിയുടെ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമാണ് ട്രംപിന്റെ പ്രസ്താവന. ഷിംല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്ന നിലപാടിലാണ് ഇന്ത്യ. എന്നാൽ കശ്മീർ വിഷയത്തിൽ ട്രംപ് മോദിയെ ഞെട്ടിച്ച പ്രഖ്യാപനം ആവർത്തിച്ചു. വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പ്രശ്നത്തെ ആഗോള ശ്രദ്ധയിലേക്ക് ആകർഷിക്കുന്നതായിരുന്നു. പ്രഖ്യാപനം വിഘടനവാദികളും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും സ്വാഗതം ചെയ്തതും ശ്രദ്ധേയമാണ്. വിഷയം ആഗോള ശ്രദ്ധയിലേക്ക് മാറുന്നതും മൂന്നാം കക്ഷി ഇടപെടലും ഇന്ത്യക്കാവും ദോഷം വരുത്തുക. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ലഭിച്ച അസുലഭ അവസരം രാജ്യവും പ്രതിപക്ഷവും സ്വാഗതം ചെയ്തിരുന്നു. തിരിച്ചടിക്ക് നിരുപാധിക പിന്തുണയും പ്രതിപക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു. സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ പൊടുന്നനെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്.